നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂറിസ്റ്റിക്സ് അതിനെ കുറച്ച് ജനറൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി മെയിൻ ആയിട്ട് 3 ക്ലാസിഫിക്കേഷൻ ആണ് ഹ്യൂറിസ്റ്റിക്സ്, അതായത് ട്വെർസ്കി ആൻഡ് കാൻമാൻ ക്ലാസിഫൈ ചെയ്തതാണ് 3 ടൈപ്സ്. അപ്പൊ അതിന് ആദ്യത്തെ പറയുന്നത് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് ആണ്. നമ്മുടെ ടെക്സ്റ്റില് സിലബസില് ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് ആണ് അടുത്തത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ട്വെർസ്കി ആൻഡ് കാൻമാന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് പറയുകയാണെങ്കിൽ മേക്കിംഗ് ജഡ്ജ്മെന്റ്സ് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റി ഓഫ് എൻ ഒബ്ജക്ട് ഓർ പേഴ്സൺ ടു എൻ എക്സിസ്റ്റിംഗ് പേഴ്സൺ ആണ്. അതായത് സിമ്പിൾ വേർഡ്സിൽ നമ്മൾ പറയണത്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ലോയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതായത് അയാളുടെ ഒരു പേഴ്സണാലിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കും ലോയർ ആണെന്ന്. ഇപ്പൊ 2 വ്യക്തികൾ ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് ലോയർ നോക്കുമ്പോൾ നമ്മൾ ആ പേഴ്സണാലിറ്റി അതിന്റെ സിമിലാരിറ്റി നോക്കിയിട്ടാണ് നമ്മൾ അയാൾ ലോയർ ആണെന്ന് തീരുമാനിക്കുന്നത്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം തെറ്റായിരിക്കാം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെന്റൽ ഷോർട്ട് കട്ടാണ് ഇപ്പൊ റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ നോക്കാം, ദ റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് ഈസ് എ മെന്റൽ ഷോർട്ട് കട്ട് that we use when estimating probabilities. അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ് അൺസർട്ടനിറ്റി ഉള്ളു. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മെന്റൽ ഷോർട്ട് കട്ട് ആണ് റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് എസ്റ്റിമേറ്റിംഗ് പ്രോബബിലിറ്റീസ്, എങ്ങനെയായിരിക്കും ചാൻസ്, അത് 2 വ്യക്തികളുണ്ട്, അതിൽ ഏതായിരിക്കാനാണ് അവിടെ ചാൻസ്. ഇവിടെ നമ്മൾ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. When we are trying to assess how likely a certain event is, we often make our decision by assessing how similar it is to an existing mental prototype. അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് ഒരു ലോയറിന്റെ കേസ്. അപ്പൊ ഒരു ലോയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആ ഒരു സിമിലാരിറ്റി നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നത്, ലോയർ ആണോ അല്ലേന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു ഹ്യൂറിസ്റ്റിക് ആണ് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സിമിലാരിറ്റി, അയാൾ ഒരു വ്യക്തിത്വം എങ്ങനെയാണ്, സിമിലാരിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതിനെയാണ് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത് റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് പെട്ടെന്ന് മനസ്സിലാക്കാനാണ്. അതായത് ഹൂ സ്റ്റോൾ മൈ കുക്കി എന്ന് എഴുതിയിട്ടില്ല, അതായത് മോഷ്ടിച്ചത് ആരാണെന്നാണ് ഇവിടെ ചോദ്യം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് എന്നൊക്കെ അധികം പോലീസുകാർ ഉപയോഗിക്കുന്നതാണ്. കാരണം അവർ ഉപയോഗിക്കുന്ന ഒരു മെന്റൽ ഷോർട്ട് കട്ടാണ്. അതായത് ഒരു കള്ളൻ ആരാണെന്ന്, ഒരു കുറ്റവാളി ആരാണെന്ന് ഒരു ബേസിക് ആയിട്ട് അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു രൂപഭാവം നോക്കും. ഒരു കുറ്റവാളി എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ലുക്ക് ഉള്ളൊരു ആള്, ആ ഒരു സിമിലാരിറ്റി നോക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യും, മെന്റൽ ഷോർട്ട് കട്ട് പറയാണ്. അപ്പൊ റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് എന്നാണ് അതിന് പറയണത്. അപ്പൊ അതായത് ആരാണ് മോഷ്ടാവെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം, അയാളുടെ എങ്ങനെയായിരിക്കും അയാളുടെ രൂപം അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ എങ്ങനെയാണെന്നൊരു ഫീച്ചർ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ആ ഒരു ടേം ആണ് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്. അപ്പൊ ആ സിമിലാരിറ്റി നോക്കിക്കൊണ്ട് നമ്മൾ അവിടെ ആരാണെന്നൊരു ഡിസിഷൻ എടുക്കുകയാണ്. പറയണത് ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ഇൻഡിവിജ്വൽസ് ടു ഫോർകാസ്റ്റ് ദ ഔട്ട്കം. അപ്പൊ അവിടെ എന്താണ്, ഇൻഡിവിജ്വൽസ് ഫോർകാസ്റ്റ് ചെയ്യണം. ഫോർകാസ്റ്റ് ചെയ്യാൻ മുൻകൂട്ടി കാണാം ഔട്ട്കം എങ്ങനെയായിരിക്കും റിസൾട്ട് ബൈ റെഫറിംഗ് ടു എ പ്രീവിയസ് ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്കം. അപ്പൊ നമ്മളിവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് പറയുന്നത്. നേരത്തെ പറഞ്ഞത് പോലീസുകാര് കുറ്റവാളി എങ്ങനെയാണെന്ന് അറിയാനൊരു മെന്റൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചു. അപ്പൊ ഒരു കുറ്റവാളിയുടെ ബേസിക് ഫീച്ചർ, ആ സിമിലാരിറ്റി നോക്കിക്കൊണ്ട് കുറ്റവാളി ആരാണെന്ന് ഒരു തീരുമാനം എടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പറയണത്. ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ഇൻഡിവിജ്വൽസ് ടു ഫോക്കസ് ദ ഔട്ട്കം by referring to a previous investment outcome that already exists in their mind. ഓൾറെഡി നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് പ്രീവിയസ് ഇൻവെസ്റ്റ്മെന്റ്, അതിൽ നിന്ന് കിട്ടിയ ഔട്ട്കം എങ്ങനെയായിരുന്നു, ആ ഒരു ബിഹേവിയർ അത് വെച്ചുകൊണ്ടാണ് നെക്സ്റ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നിന്ന് കിട്ടുന്ന ഔട്ട്കം എന്താണെന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണത്. അതായത് നമ്മൾ മുൻപ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഔട്ട്കം എന്തായിരുന്നു,
അതിന്റെ ബേസിസിലാണ് അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് നടക്കുമ്പോഴും ഔട്ട്കം ആയിരിക്കും എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. Therefore, representativeness bias allows the investors to label an investment as good or loss based on its past performance. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ടാണ്, അതായത് സിമിലാരിറ്റി നോക്കിയിട്ടാണ്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സിമിലാരിറ്റി ഹ്യൂറിസ്റ്റിക്സ്. അപ്പൊ ഈ റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സിന് നമുക്ക് വേറെ ടേം കൂടിയും പറയാം, സിമിലാരിറ്റി ഹ്യൂറിസ്റ്റിക്സ്. ഇത്രയാണ് വാട്ട് ഈസ് മെൻ ബൈ റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് പല ഫീച്ചർ ആയിട്ട് നമ്മൾ പറയണത്, അതായത് മേക്കിംഗ് ജഡ്ജ്മെന്റ്സ് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഓർ പേഴ്സൺ. നമ്മൾ ജഡ്ജ്മെന്റ് എടുക്കണത്, അതായത് ഡിസിഷൻസ് എടുക്കണത് സിമിലാരിറ്റിയുടെ ബേസിസിലാണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ പേഴ്സന്റെ സിമിലാരിറ്റി, എക്സിസ്റ്റിംഗ് പേഴ്സൺ ആയിട്ടുള്ള സിമിലാരിറ്റി നോക്കിക്കൊണ്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതിനെയാണ് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് അതിന്റെ മീനിങ്, അതായത് മെന്റൽ ഷോർട്ട് കട്ടാണ്. പ്രോബബിലിറ്റീസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ, ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെന്റൽ ഷോർട്ട് കട്ടാണ്. പിന്നെ പറഞ്ഞത് റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്കം ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്കം അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫോർകാസ്റ്റ് നടത്തുന്നത്. പിന്നെ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, സിമിലാരിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് ആണ്, റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സിന്റെ ഫീച്ചേഴ്സ്. നമ്മള് എന്താ പറഞ്ഞത്, റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ്. അപ്പൊ സിമിലാരിറ്റി നോക്കിക്കൊണ്ട്, അതായത് ഇപ്പൊ നമുക്ക് ഒരു കരാട്ടക്കാരനും ഒരു മ്യൂസീഷ്യനും രണ്ടാളുണ്ടെങ്കിൽ അതിൽ ഏതാണ് കരാട്ടക്കാരൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ, അയാളുടെ ശരീരപ്രകൃതി കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ജഡ്ജ്മെന്റ്സ് നമ്മൾ നോക്കണേനാണ് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് മീൻ ചെയ്യണത്. ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇവിടെ ഫീച്ചേഴ്സ് പറയണത്. അപ്പൊ കുറച്ച് ഫീച്ചേഴ്സ് നോക്കിയാൽ മതി, ഒരു 4-5 നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും എടുക്കാം. അപ്പൊ ആദ്യം പറയണത് വെൽ നോൺ ക്ലാസ്, കാറ്റഗറൈസ് ചെയ്യണത് വെൽ നോൺ ക്ലാസ്, അതായത് ഒരു ലോയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു ബിഹേവിയർ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യണം ഇവന്റ്സിനെ. പിന്നെ അത് സൈക്കോളജിസ്റ്റും പ്രൂവ് ചെയ്യണുണ്ട്, നമ്മുടെ ബ്രെയിനും അങ്ങനെ തന്നെയാണ്. സിമിലർ ക്വാളിറ്റീസ് നോക്കിക്കൊണ്ടാണ് ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യണത്, ഒരു ഡിസിഷൻ എടുക്കണത്. പിന്നെ പറയണത് അർഹിക്കിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് വരുന്നതെന്നുണ്ട്, ലോ ഓഫ് സ്മോൾ നമ്പേഴ്സ് എന്നുള്ളൊരു കാര്യം, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്ന ടേം ആണ് ലോ ഓഫ് സ്മോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല്. അതായത് ലാർജ് സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അതെന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് സ്മോൾ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു ജനറലൈസേഷൻ നടത്തുന്നത്. ഇതെങ്ങനെയായിരിക്കും എന്നൊരു തീരുമാനം എടുക്കണത്. അപ്പൊ അവിടെ എറേഴ്സ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് വരുന്നതെന്നാണ് പറയണത്. അതിനൊരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയണത്. പീപ്പിൾ ട്രൈ ടു സെലക്ട് എ ഫ്യൂ എക്സാമ്പിൾസ് ഫ്രം ദ വൈഡർ മാർക്കറ്റ് ആൻഡ് മേക്ക് ഡിസിഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് ദ സെയിം. അതായത് ആൾക്കാർ എന്ത് ചെയ്യണത്, വൈഡർ മാർക്കറ്റിൽ നിന്ന് വളരെ കുറച്ച് എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് അവർ എന്ത് ചെയ്യണത്, ഡിസിഷൻസ് എടുക്കുന്നത്. അതിനെയാണ് ലോ ഓഫ് സ്മോൾ നമ്പേഴ്സ് എന്ന് പറയണത്. പിന്നെ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ബൈ സ്റ്റോക്സ് ദാറ്റ് റെപ്രസെന്റ് സർട്ടൻ ഡിസൈറബിൾ ക്വാളിറ്റീസ്. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യാ, ആ സ്റ്റോക്കിന് ഡിസൈറബിൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ വാങ്ങുള്ളൂ. അതായത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സ്റ്റോക്കിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് ആൾക്കാരുടെ മനസ്സിലുണ്ട്, അത് നോക്കിക്കൊണ്ടായിരിക്കും ആൾക്കാർ എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് വാങ്ങണത്. ഇൻവെസ്റ്റേഴ്സ് ബിക്കം ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് പാസ്റ്റ് വിന്നേഴ്സ് ആൻഡ് പെസിമിസ്റ്റിക് അബൌട്ട് പാസ്റ്റ് ലോസസ്. പിന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ ഫീച്ചർ ആണ്, അതായത് പാസ്റ്റ് വിന്നേഴ്സ് എങ്ങനെയാണോ അത് നോക്കിക്കൊണ്ട് ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം.
വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കിയ ആൾക്കാര്, അവരെ കുറിച്ചാണ് നമ്മുടെ ധാരണ എന്ന് വെച്ചാൽ നമ്മൾ എന്തായിരിക്കും, അതായത് പാസ്റ്റ് വിന്നേഴ്സിനെ കുറിച്ച് നമുക്ക് നോളേജ് ഉള്ളു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ ഡിസിഷൻ ഓപ്റ്റിമിസ്റ്റിക് ഡിസിഷൻ ആയിരിക്കും, അതായത് ശുഭാപ്തി വിശ്വാസമായിരിക്കും നമ്മുടെ മനസ്സിൽ. ഇനി പാസ്റ്റ് ലോസേഴ്സിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്തായിരിക്കും, പെസിമിസ്റ്റ് ആയിരിക്കും, ഇതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന്റെ ബിഹേവിയർ ഇങ്ങനെയാകും. പാസ്റ്റ് ലോസേഴ്സിനെ കുറിച്ച് നോളേജ് ഉള്ളതാണെങ്കിൽ പെസിമിസ്റ്റിക്കും, പാസ്റ്റ് വിന്നേഴ്സിനെ കുറിച്ച് നോളേജ് ആണെങ്കിൽ ഓപ്റ്റിമിസ്റ്റിക്കും ആയിരിക്കും. ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാല് ഷെയർ പ്രൈസ് കൂടുമെന്നുള്ള അസംഷനില് ഷെയർ ഒക്കെ വാങ്ങിച്ചു കൂട്ടുന്ന ആൾക്കാരാണ് ഓപ്റ്റിമിസ്റ്റിക്, ലാഭം ഉണ്ടാക്കാമെന്ന് ചിന്തയുള്ള ആൾക്കാര്. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാല് ഫ്യൂച്ചർ ഫേവർ ആകില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ട് എന്ത് ചെയ്യാ, ഷെയർസ് ഒക്കെ വിറ്റ് കളയുന്ന ആൾക്കാരാണ് പെസിമിസ്റ്റിക്. ഇറ്റ് ലീഡ്സ് ടു ഓവർ പ്രൈസിങ് ഓഫ് സ്റ്റോക്ക്. പിന്നെ അടുത്ത ഒരു കാരണം പറയണത്, ഫീച്ചർ പറയണത്, ഇത് കാരണം എന്ത് ചെയ്യാം, സ്റ്റോക്ക് ഓവർ പ്രൈസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. As investors consider stock as good if it has consistent earning capacity. അതായത് എന്തുകൊണ്ടാണ് ഓവർ പ്രൈസിങ്ങിന് കാരണം എന്ന് പറയുന്നുണ്ട്. അതായത് സ്റ്റോക്ക് ആസ് ഗുഡ് ഇഫ് ഇറ്റ് ഹാസ് കൺസിസ്റ്റന്റ് ഏർണിംഗ് കപ്പാസിറ്റി. ഇൻവെസ്റ്റേഴ്സിന്റെ ധാരണ അത്യാവശ്യം ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നല്ലൊരു സ്റ്റോക്ക് ആണെന്നൊരു ധാരണയാണ് ഇൻവെസ്റ്റേഴ്സിനുള്ളത്. അതുകൊണ്ട് അത് ഓവർ പ്രൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ധാരണ എന്താണ്, തെറ്റായ ധാരണയാണ്. കാരണം ഒരിക്കലും ഒരു സ്റ്റോക്ക് കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. അത് നെക്സ്റ്റ് പോയിന്റിലാണ് പറയണത്. ഇൻവെസ്റ്റേഴ്സ് ഇഗ്നോർ ദ ഫാക്ട് ദാറ്റ് ദ കമ്പനി കനോട്ട് ഹോൾഡ് ദ കൺസിസ്റ്റൻസി ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ആ ഒരു ഗുഡ് എന്നുള്ള നില, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് റിട്ടേൺസ് കൊടുക്കുക അല്ലെങ്കിൽ ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ടാവാൻ ഒരു സ്റ്റോക്കിന് സാധ്യത കുറവാണ്. അത് ആൾക്കാർ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റേഴ്സ് ഇഗ്നോർ ചെയ്യണം. അപ്പൊ അതെന്താണ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഓവർ പ്രൈസ്ഡ് ആവാൻ ഒരു സാധ്യതയുണ്ട്. The increased demand for a share make them very popular, leading to increase in price of the share. അതിനെയാണ് പറയുന്നത് ഇൻക്രീസ്ഡ് ഡിമാൻഡ്. അതായത് ഓപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഷെയർ പ്രൈസ് ഇൻക്രീസ് ആവാനൊരു സാധ്യതയുണ്ട്. ഇതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട്. നമ്മൾ കൺസെപ്റ്റ് അറിയാം, എന്താണ് ഹ്യൂറിസ്റ്റിക് റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്. അപ്പൊ ഒരു കുറ്റവാളി എങ്ങനെയാണെന്നൊരു പോലീസുകാരന്റെ മനസ്സിലുണ്ടായിരിക്കും. അതായത് അയാളുടെ രൂപം ഭാവം എങ്ങനെയായിരിക്കും, ഒരു കുറ്റവാളിയുടെ പ്രകൃതി, ആ ഒരു അസംഷൻ മൈൻഡിൽ കിടക്കണം. അതിനനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കുമ്പോഴാണ് അതിന് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്ന ഫീച്ചേഴ്സ്, അതായത് ഒരു ലാഭം ഉണ്ടാക്കുന്ന സ്റ്റോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു അസംഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ മനസ്സിലുണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും അവർ ഡിസിഷൻ എടുക്കണം. പക്ഷെ ആക്ച്വലി അവരെങ്ങനെയാണ് എടുക്കുന്നത്, ലോ ഓഫ് സ്മോൾ നമ്പേഴ്സ്, അതായത് കുറച്ച് ഫ്യൂ എക്സാമ്പിൾസ് എടുത്തുകൊണ്ടാണ് അവർ ജനറലൈസേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എറേഴ്സ് വരാൻ സാധ്യത കൂടുതലാണ്. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഓവർ പ്രൈസ്ഡ് സെക്യൂരിറ്റി ആണ്. എന്ന് വെച്ചാല് അവർക്ക് എന്താണ്, ഇൻവെസ്റ്റേഴ്സ് ഇത് ഇഗ്നോർ ചെയ്യണം. കൺസിസ്റ്റൻസി ഒരു കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അതേ നില ഷെയർ ഉണ്ടാവില്ല എന്നുള്ള ഫാക്ട് ഒക്കെ അവര് കളഞ്ഞിട്ട് ഈ ലോ ഓഫ് സ്മോൾ നമ്പേഴ്സ് എന്നുള്ള തിയറി വെച്ചുകൊണ്ട് ആണ് ഒരു ഡിസിഷൻ എടുക്കണത്. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് പറയണത്. നെക്സ്റ്റ് ടൈപ്പ് ആണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്. അതായത് മേക്കിംഗ് എ ചോയ്സ് ബേസ്ഡ് ഓൺ ഇമ്മീഡിയറ്റ് ആൻഡ് ഈസി എക്സാമ്പിൾസ് ദാറ്റ് കം ടു മൈൻഡ് വെൻ ഇവാലുവേറ്റിംഗ് എ ഡിസിഷൻ. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഒരു ഇമ്മീഡിയറ്റ് ആൻഡ് ഈസി എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, ഒരു ചോയ്സ് ആയിട്ട് എടുക്കുന്നത്. ആ ഒരു മെന്റൽ ഷോർട്ട് കട്ട് ആണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് പറയണത്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഒരാളെ കണ്ട്, എക്സാമ്പിൾ പറയാണ്, ഒരു വ്യക്തി ഒരു സ്ത്രീനെ കണ്ടു. ആ സ്ത്രീയെ ഒരു ആസ്ട്രോണറ്റ് ആണോ ടീച്ചർ ആണോ എന്ന് നമ്മളടുത്ത് ചോദിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്, ഒരു ടീച്ചറുടെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ ആലോചിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോ അങ്ങനെ നോക്കി അതിന്റെ ബിഹേവിയർ നോക്കിക്കൊണ്ട് പറയും എന്താണ്, നോക്കിയപ്പോൾ ടീച്ചറിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് കണ്ട് നമ്മൾ പറയും ടീച്ചറാണെന്ന്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിൽ എന്ത് ചെയ്യില്ല, ഒരു ആസ്ട്രോണറ്റ് എങ്ങനെയാണ്, അയാളുടെ ഫീച്ചർ എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിക്കില്ല. കാരണം എന്താണ്, നമ്മളൊരു ആസ്ട്രോണറ്റിനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ടീച്ചറാണ് ഓടിയെത്തുന്നത്. കാരണം നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് ആരെയാണ്, ഒരു ടീച്ചറെയാണ്. അതായത് ഇമ്മീഡിയറ്റ് ആൻഡ് ഈസി എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടീച്ചറാണ്. അങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് അതൊരു ടീച്ചറാണെന്നാണ്
ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴാണ് ഇതിന് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പല എക്സാമ്പിളും നമുക്ക് പറയാം. ഇതുപോലെ തന്നെ 2 രാജ്യങ്ങളിൽ ഏതിലാണ് പോവർട്ടി കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാവും, ഒരു രാജ്യത്തിന്റെ പേര് പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഒരു രാജ്യം, ഏത് രാജ്യത്തിന്റെ പേരാണോ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്, അതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അനാലിസിസ് നടത്തുള്ളൂ. അറിയാത്തതിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും അനാലിസിസ് നടത്തില്ല. എന്നിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. അതിനെയാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നോക്കാം. The availability heuristic describes our tendency to use information that comes to mind quickly. അതായത് നമ്മുടെ ടെൻഡൻസി എന്താണ്? നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്, അതുപോലെ തന്നെ എളുപ്പത്തിൽ ഓടിയെത്തുന്നത് ഏതാണോ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഡിസിഷൻസ് ഫ്യൂച്ചറിൽ എടുക്കണത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയണത്. In this case, people evaluate the probability of an outcome based on the familiarity of that particular outcome. അപ്പോൾ ആൾക്കാർ അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു ഔട്ട്കത്തിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ഓഫ് ഒക്കറൻസ്, അതെങ്ങനെയാണ് എടുക്കണെന്ന് പറയുന്നത്? ബേസ്ഡ് ഓൺ ദ ഫെമിലിയാരിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഔട്ട്കം. അതിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം ഫെമിലിയാരിറ്റി ഉണ്ട് അത് നോക്കിക്കൊണ്ടാണ് നമ്മൾ അതിനുള്ള സാധ്യത അവിടെ ഇവാലുവേറ്റ് ചെയ്യണത്. People prone to this bias attach higher importance to the events which they can recall as compared to the ones that are difficult to remember. അതായത് അവര് എന്ത് ചെയ്യാ? അവരുടെ മനസ്സിൽ റീകോൾ ആയിട്ട്, അതായത് ഓർമ്മിച്ചെടുക്കാൻ പറ്റണത്. അതായത് ഇപ്പൊ നമ്മള് ആസ്ട്രോണറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല, കാരണം നമ്മള് അധികം പരിചയമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ടീച്ചർ എന്നുള്ളത് എപ്പോഴും റീകോൾ ചെയ്യാൻ പറ്റും, കാരണം എന്താണ്? എപ്പോഴും ഓടിയെത്തണതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ഇങ്ങനെ ഫീച്ചേഴ്സ് പറയണത്, ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഇവന്റ് ദാറ്റ് കംസ് ടു ദ മൈൻഡ് ഓഫൺ. അതായത് നമ്മുടെ മനസ്സിൽ സാധാരണ വരുന്ന കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. More recent and salient events weigh more heavily and distort the thought process. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും സാലിയന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ആയിരിക്കും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഇപ്പൊ നമ്മളെ മനസ്സിലൊരു എയർ ക്രാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് ഏതായിരിക്കും? ലാസ്റ്റ് കഴിഞ്ഞപ്പോ കോഴിക്കോട് ഒരു വിമാനാപകടം നടന്നില്ലേ, അതായിരിക്കും നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. അത് റീസെന്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഇവന്റ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്താം. പിന്നെ പറയണത്, ഇറ്റ് ഈസ് എ ജഡ്ജ്മെന്റൽ ഹ്യൂറിസ്റ്റിക് ആസ് എ പേഴ്സൺ ഇവാലുവേറ്റ്സ് ദ ഫ്രീക്വൻസി ഓഫ് ക്ലാസ്സസ്. പിന്നെ അതിനെ ജഡ്ജ്മെന്റൽ ഹ്യൂറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഫ്രീക്വൻസി ഓഫ് ക്ലാസ്സസ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആവർത്തനം, അതായത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് റിപ്പീറ്റഡ് ആയിട്ട്, അത് നോക്കിക്കൊണ്ടാണ് ഇവാലുവേറ്റ് ചെയ്യണത്. People do not go for detailed analysis of past events and become biased to the recent news only. പാസ്റ്റിൽ എന്തെന്നുള്ളതൊന്നും വലിയ ഡീറ്റെയിൽഡ് അനാലിസിസിനൊന്നും നോക്കില്ല, അവർ ലേറ്റസ്റ്റ് ന്യൂസിനാണ്. ഇപ്പൊ നമ്മൾ വിമാനാപകടം എന്ന് പറയുമ്പോൾ കോഴിക്കോട് എയർക്രാഫ്റ്റ് ഇത്ര പേര് മരിച്ചു, ആ റീസെന്റ് ന്യൂസിന് മാത്രമേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. അല്ലാതെ അതിനു മുമ്പ് എത്ര വിമാനാപകടം നടന്നിട്ടുണ്ട്, അതിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്, എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, അങ്ങനത്തെ വിശദമായ അനാലിസിസിനൊന്നും നമ്മൾ പോകില്ല. People tend to be attracted by attention grabbing information and they make decisions based on association that easily recall. പറഞ്ഞതൊക്കെ തന്നെയാണ്. അറ്റൻഷൻ ഗ്രാബ് ചെയ്യണ ഇൻഫോർമേഷൻ, അറ്റൻഷൻ പെട്ടെന്ന് പിടിച്ചെടുക്കണ ഇൻഫോർമേഷന് മാത്രമാണ് ആൾക്കാർ അട്രാക്റ്റഡ് ആവണത്. അതിന്റെ ബേസിസിലാണ് ഡിസിഷൻ. കാരണം പെട്ടെന്ന് അറ്റൻഷൻ കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി റീകോൾ ചെയ്യാൻ പറ്റും. They ignore the information which is not easily available. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും? അവർക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത ഇൻഫോർമേഷൻ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ടീച്ചറും ആസ്ട്രോണറ്റും, ടീച്ചർ എന്നുള്ളത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്? തീരുമാനം എടുക്കണത്. ആസ്ട്രോണറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം. കാരണം എന്താണ്? നമുക്ക് പരിചയമില്ല, നമുക്ക് അതില് ആസ്ട്രോണറ്റിന്റെ ഫീച്ചേഴ്സ് നമ്മുടെ കയ്യിൽ ഈസി ആയിട്ട് കിട്ടില്ല. നെക്സ്റ്റ് പറയുന്നത്, ഫോർ ഇൻവെസ്റ്റേഴ്സ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്
can lead to systematic bias with a disastrous effect and also result in decreased returns. പിന്നെ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ഈ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് നമ്മുടെ കയ്യിലുള്ളത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. സിസ്റ്റമാറ്റിക് ബയാസ് ആണ്, അതായത് വിത്ത് ഡിസാസ്ട്രസ് എഫക്റ്റ്, അതായത് കോഗ്നിറ്റീവ് ബയാസ് എറേഴ്സ്, നമുക്ക് വിനാശകരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. അതായത് ഒരു തീരുമാനത്തിൽ നമ്മൾ അങ്ങനെ എത്തുമ്പോൾ എന്ത് ചെയ്യാം, തെറ്റായ ഒരു ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കുറവായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അസറ്റിനെ ഇല്ലാതെയാകും. It is found that investors overreact to new information. പിന്നെ അത് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ഓവർ റിയാക്ട് ചെയ്യാനൊരു സാധ്യതയുണ്ട്. പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ ഓവർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ട എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനേക്കാളും കൂടുതലായി ചെയ്യുക, അതാണ് ഓവർ റിയാക്ട് എന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കുമ്പോഴും റിട്ടേൺ ഡിക്രീസ് ആവാൻ സാധ്യതയുണ്ട്. It can also lead to other types of irrational behavior like herd mentality among investors. പിന്നെ അതുപോലെ തന്നെ ഒരു ഇറേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സാധ്യതയ്ക്ക് ചാൻസ് ഉണ്ട്. അതായത് ഹേർഡ് മെന്റാലിറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മള്. ഹേർഡ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാല് മറ്റുള്ളവർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യണത്, ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ മറ്റുള്ളവർ എങ്ങനെയാണോ ട്രേഡിംഗ് നടത്തുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യാം, അതിന് ഹെഡ് മെന്റാലിറ്റി എന്ന് പറയണത്. അപ്പൊ അതിനും ഒരു സാധ്യതയുണ്ട്. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കണതെന്ന് വെച്ചാൽ. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ഇമ്മീഡിയറ്റ് ആൻഡ് ഈസി എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മളൊരു ജഡ്ജ്മെന്റ് നടത്താം, അതിനെയാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്. ഇപ്പൊ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു, റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്കും അതുപോലെ തന്നെ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്. റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സിന് എളുപ്പത്തിൽ ഓർമ്മക്ക് വരാൻ ഒരു കള്ളൻ എങ്ങനെയാണെന്ന് പോലീസിന്റെ മനസ്സിലുള്ള ധാരണ ഓർത്താൽ മതി. അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സാമ്പിൾ തന്നെ ഓർക്കാം, ഒരു ടീച്ചർ ഒരു ആസ്ട്രോണറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു ടീച്ചറുടെ ക്വാളിറ്റി വെച്ചുകൊണ്ടേ നമ്മൾ അനാലിസിസ് നടത്തുള്ളൂ, അല്ലാതെ ആസ്ട്രോണറ്റിന്റെ എടുക്കില്ല. അവൈലബിൾ ആയിട്ടുള്ളത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ്. ആ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി, കൺസെപ്റ്റ് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റിലില്ല, റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റിക്സ്. അതായത് ട്വെർസ്കി ആൻഡ് കാൻമാൻ 3 ടൈപ്പ് ആയിട്ടാണ് ഹ്യൂറിസ്റ്റിക്സിനെ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നമ്മൾ പറഞ്ഞത് റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക് ആണ്, രണ്ടാമത് പറഞ്ഞത് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് ആണ്, മൂന്നാമത്തെയാണ് റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റിക്സ്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റിക്സ്, എന്നാലും ഒന്നും കൂടെ ഇവിടെ പറയണേ. അതായത് മേക്കിംഗ് എ ചോയ്സ് എമംഗ് എ സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ബൈ പ്ലേസിംഗ് ഹയർ വാല്യൂ ഓൺ ദ ഓൾട്ടർനേറ്റീവ് ദാറ്റ് യു റെക്കഗ്നൈസ്. നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ്, അതായത് നമ്മുടെ മുന്നിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഏതാണോ പരിചയമുള്ള മേഖല ആ ഓൾട്ടർനേറ്റീവ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യണത്. അതാണ് റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്, ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റിക്സ്. കണ്ടില്ലേ, റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റിക്സ് നമ്മുടെ ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ് ജനറൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞതാണ് റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റിക്സ്. അപ്പൊ ഈ മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് നമ്മൾ പഠിക്കേണ്ടത്, റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റിക്സ്, അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ്, അതുപോലെ തന്നെ റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ്. മറ്റു ക്ലാസിഫിക്കേഷൻ നോക്കാം.